കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയും പ്രവചനാതീതമായ നീക്കങ്ങളിലൂടെ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശശി തരൂർ. ഒരു വശത്ത് പാർട്ടിയുടെ ആഗോള മുഖവും യുവജനങ്ങൾക്കിടയിലെ താരവുമാകുമ്പോൾ, മറുവശത്ത് സ്വന്തം നിലപാടുകളിലൂടെ കോൺഗ്രസിനെ സ്ഥിരമായി വെട്ടിലാക്കുന്ന ഒരു വിമത ശബ്ദമായിരുന്നു തരൂർ. ഒരു വശത്ത് പാർട്ടിയുടെ ആഗോള മുഖവും യുവജനങ്ങൾക്കിടയിലെ താരവുമാകുമ്പോൾ, മറുവശത്ത് സ്വന്തം നിലപാടുകളിലൂടെ കോൺഗ്രസിനെ സ്ഥിരമായി വെട്ടിലാക്കുന്ന ഒരു വിമത ശബ്ദമായിരുന്നു തരൂർ പാർട്ടി നേതാക്കൾക്ക് പലപ്പോഴും. എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് നടത്തിയ പരിപാടിയിലാണ് ഇന്നലെ തരൂർ പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ പങ്കെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിനകത്തും പുറത്തും കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപോലെ തലവേദനയും അതേസമയം ഒഴിച്ചുകൂടാനാവാത്ത ഘടകവുമായി തരൂർ മാറുന്നതിന്റെ രാഷ്ട്രീയ ചിത്രമാണ് സമീപകാല സംഭവങ്ങളിൽ കേരളം കണ്ടിരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ശശി തരൂർ നടത്തുന്ന ശീതയുദ്ധം പരസ്യമായ രഹസ്യമാണ്. രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മുന്നോട്ട് വയ്ക്കുന്ന പല സുപ്രധാന നിലപാടുകൾക്കും വിരുദ്ധമായ അഭിപ്രായങ്ങൾ യാതൊരു മടിയുമില്ലാതെ തരൂർ പ്രകടിപ്പിച്ചിരുന്നു. ഇത് പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ദേശീയ പൗരത്വ ഭേദഗതി നിയമം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടി, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിക്ക് മൊത്തത്തിൽ ഒരു നിലപാടുള്ളപ്പോൾ അതിൽ നിന്നും ഭിന്നമായ സ്വന്തം കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ തരൂർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നതിലുപരി ഒരു വിശ്വപൗരൻ എന്ന നിലയിലുള്ള തന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ നിലപാട് വ്യത്യാസങ്ങൾക്ക് കാരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത് പാർട്ടി അച്ചടക്കത്തെ ചോദ്യം ചെയ്യുന്നതായി മുതിർന്ന നേതാക്കൾ പലപ്പോഴും അടക്കം പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഏറ്റവും വലിയ ആയുധമായി പ്രയോഗിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മോദി BJP അനുകൂല പ്രസ്താവനകളാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വിഷയങ്ങളിൽ നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിച്ചുകൊണ്ട് തരൂർ രംഗത്ത് വന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കണമെന്ന തരൂരിന്റെ നിലപാട് പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെതിരെ ശക്തമായ ആക്രമണം നടത്തുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമുള്ള വിഷയങ്ങളിൽ മോദി സർക്കാരിന് തരൂർ നൽകുന്ന പരസ്യ പിന്തുണ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂറ് എവിടേക്കാണെന്ന സംശയം ഉയർത്തിയിരുന്നു. തരൂർ BJP പാളയത്തിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുകയാണെന്ന വ്യാപകമായ പ്രചാരണങ്ങൾ പലപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. തിരുവനന്തപുരത്തെ BJP ഘടകം പോലും തരൂരിനെ തങ്ങളുടെ പാളയത്തിലേക്ക് പലതവണ സ്വാഗതം ചെയ്തിരുന്നു. ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തരൂർ തയ്യാറാകാതിരുന്നത് സംശയങ്ങൾ വീണ്ടും വർദ്ധിപ്പിച്ചു. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള കേരളത്തിൽ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാതെ തരൂർ പലപ്പോഴും പുറന്തള്ളപ്പെട്ടു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അടുത്തിടെ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. താരപ്രചാരകരുടെ പട്ടികയിൽ പേരുണ്ടായിട്ടും പ്രചാരണ പരിപാടികളിലേക്ക് തരൂരിനെ സംസ്ഥാന നേതൃത്വം ക്ഷണിച്ചില്ല. അത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും കോൺഗ്രസിനുള്ളിലെ ഭിന്നത ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരികയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന പാർട്ടി പരിപാടികളിലേക്ക് തരൂരിനെ ക്ഷണിക്കേണ്ടതില്ലെന്ന് K മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പരസ്യമായി തുറന്നടിച്ചത് സംസ്ഥാന ഘടകത്തിന് തരൂരിനോടുള്ള അതൃപ്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. എന്നാൽ ഈ ഒറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് നാടകീയമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ശശി തരൂർ മുഖ്യാതിഥിയായി പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയതെന്ന വാർത്ത ഇത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലാണെന്ന സൂചന നൽകി. സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുള്ള ഈ നീക്കം പലരെയും അമ്പരപ്പിച്ചിരുന്നു. പരിപാടിയിൽ തരൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിലേക്ക് അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടന്നുവന്നത് നാടകീയത വർദ്ധിപ്പിച്ചു. തരൂരിനെ കണ്ട ഉടൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു സതീശൻ. ഇരുവരും ചേർന്ന് കൈകൾ ഉയർത്തി സദസ്സിനെ അഭിവാദ്യം ചെയ്തു. മാസങ്ങളായി നീണ്ടുനിന്ന ശീതയുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് പാർട്ടിക്കുള്ളിലെ മഞ്ഞുരുകലിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ആ വേദിയിൽ നൽകിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അവഗണിക്കാനാവില്ലെന്ന് തരൂർ തെളിയിച്ച നിമിഷം കൂടിയായിരുന്നു അത്. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തരൂരിന്റെ തീരുമാനം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനും ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായിരുന്ന ഖാർഗെക്കെതിരെ മത്സരിച്ചത് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളുടെ നെറ്റിച്ചുളിച്ചു. തരൂർ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തിപരമായ വളർച്ചയാണെന്നും പലരും രഹസ്യമായും പരസ്യമായും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിന്റെ മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് തെളിയിക്കാൻ തരൂരിന് സാധിച്ചു.
ഈ മത്സരത്തിന് ശേഷവും പാർട്ടിയിൽ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായി എന്നത് ശ്രദ്ധേയമാണ്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായി വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ തരൂരിനെയും ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തെ പൂർണ്ണമായി എഴുതിത്തള്ളാൻ കഴിയില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ ശശി തരൂർ എന്ന പ്രതിഭാസം കോൺഗ്രസിന്റെ ഒരേ സമയം അവസരവും വെല്ലുവിളിയുമാണ്. അദ്ദേഹത്തിന്റെ വിമത ശബ്ദവും പ്രവചനാതീതമായ നീക്കങ്ങളും പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും പ്രതിച്ഛായയും തെരഞ്ഞെടുപ്പുകളിൽ മുതൽക്കൂട്ടാകുമെന്ന് നേതൃത്വത്തിനറിയാം. വി.ഡി. സതീശനുമായുള്ള വേദി പങ്കിടൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ അതോ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ എന്ന് കാലം തെളിയിക്കും. എന്നാൽ ഒന്ന് വ്യക്തമാണ്, കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ചതുരംഗക്കളിയിൽ ശശി തരൂർ എന്ന കളിക്കാരനെ മാറ്റി നിർത്തി ഒരു കളി പൂർത്തിയാക്കാൻ കോൺഗ്രസിനാവില്ല.